നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമുക്ക് shrimp 65 ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് shrimp 65 ടുഡേ. വെൽക്കം ടു ഗിരീസ് ട്രഡീഷണൽ ഇന്ത്യൻ കുക്കിംഗ്. ഇതാണ് ചെമ്മീൻ, ഷ്രിമ്മ്. ഇത് നന്നായി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വച്ചിരിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് മറിനേറ്റ് ചെയ്യാനുള്ള മസാലകൾ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് മറിനേറ്റ് ചെയ്ത് വയ്ക്കാം. Today we are going to make shrimp 65. So this is the shrimp. Now we are going to add the masalas. To marinate the shrimp, we will add 1 teaspoon ginger garlic paste. 1 teaspoon ginger garlic paste ittu koduthu. 1 teaspoon pepper powder, 1 teaspoon kurumulagu podi, 1/2 teaspoon turmeric powder, 1/2 teaspoon manjappodi, 1 teaspoon Kashmiri chilli powder, 1 tablespoon roasted rice flour, 1 tablespoon വറുത്ത അരിപ്പൊടി, 1 tablespoon corn flour, few finely chopped curry leaves, കുറച്ച് കരിവേപ്പില തീരെ ചെറുതായി അരിഞ്ഞത്, 2 green chilli chopped, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 teaspoon lemon juice, 1 teaspoon നാരങ്ങ നീര്, 1 teaspoon salt, ഉപ്പ് ആവശ്യത്തിന്. ലെറ്റ്സ് മിക്സ് എവറിത്തിങ് ടുഗദർ. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ദിസ് മറിനേറ്റഡ് ഷ്രിംപ് വി വിൽ റെസ്റ്റ് ഇറ്റ് ഫോർ 20 മിനിറ്റ്സ്. നമ്മുടെ ഷ്രിംപ് നന്നായി മറിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഹീറ്റ് ദ ഓയിൽ ആൻഡ് ഫ്രൈ ദ ഷ്രിംപ് ഇൻ ലോ ടു മീഡിയം ഫ്ലെയിം. നമുക്ക് ഈ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ഷ്രിംപ് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ എണ്ണ നന്നായി ചൂടായി. നമ്മൾ മറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. It only takes 2 to 3 minutes to cook one side. So after one side is cooked, turn upside down. ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ 1 സൈഡ് കുക്കാവും ഇത്. അപ്പോൾ ആ കുക്കായ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് അതുപോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ടോട്ടൽ 4 to 5 മിനിറ്റ്സ് മതി നമ്മുടെ ഷ്രിംപ് ഫ്രൈ ആയി കിട്ടാൻ. Our shrimp is ready. Let's remove it from the oil. നമ്മുടെ ഷ്രിംപ് റെഡിയായി. ഇതിനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ മുഴുവൻ ഷ്രിംപും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. Our shrimp 65 is ready. I tasted it. It is really very tasty. So please try and comment, and please don't forget to subscribe my channel. നമ്മുടെ ഷ്രിംപ് 65 റെഡിയായി. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് കമൻറ്റ് പറയണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.